കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം തീവ്രവാദ സംഘടനകൾക്കെതിരെയുള്ളതാണെന്ന് KCBC ജാഗ്രതാ സമിതി. ചിത്രം പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി അതിരൂപതയെയും കേരള സഭയെയും കുറ്റപ്പെടുത്തിയവർക്കെതിരെ തൃശൂർ അതിരൂപത മുഖപത്രത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രണയക്കെണികൾ കെട്ടുകഥയല്ല എന്ന തലക്കെട്ടോടെയാണ് KCBC ജാഗ്രതാ സമിതിയുടെ ലേഖനം. മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം കേരള സ്റ്റോറി ഒരേ സമയം കേരളത്തിൽ ആഘോഷിക്കപ്പെടുകയും അപലപിക്കപ്പെടുകയും ചെയ്ത ഒരു ചിത്രമാണ്. നമുക്കറിയാം CPM-ഉം കോൺഗ്രസും ഇതിനെ അപലപിച്ചത് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പരസ്യമായ രഹസ്യം തന്നെയാണ്. ക്രിസ്തീയ സഭകൾ ഇതിനെ കൃത്യമായി ഈ ചിത്രം തുറന്നു കാട്ടുന്ന ചില സത്യങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട്. KCBC ഇപ്പോൾ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്? കൃത്യമായും ഒരു മറുപടി തന്നെയാണ്. ഇത്തരം ഈ എതിരഭിപ്രായങ്ങളൊക്കെ തന്നെ വന്നപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് KCBC ജാഗ്രതാ സമിതി നൽകുന്നത്. തൃശൂർ അതിരൂപത മുഖപത്രമായിട്ടുള്ള കാത്തോലിക്ക സഭയിലൂടെയാണ് ഈ ഒരു ലേഖനം വരുന്നത്. ഈ മെയിലക്കത്തിലാണ് ഈ ലേഖനം പുറത്തുവിടുന്നത്. ഇതിൽ തന്നെ KCBC ജാഗ്രതാ സമിതി ഇത് സംബന്ധിച്ച്, അതായത് കേരള സ്റ്റോറി തീവ്രവാദ സംഘടനകൾക്കൊക്കെ എതിരെയുള്ളതാണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് കേരളത്തിലടക്കം ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ ഒരു ലേഖനത്തിൽ KCBC കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നത്. ഇതിൽ തന്നെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് അത് കുട്ടികളുടെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. ഈ വിവിധ ഇടുക്കി അതിരൂപതയും അതോടൊപ്പം കേരള സഭയ്ക്കുമെതിരെ വിവിധ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിൽ തന്നെ നിമിഷ ഫാത്തിമ എന്നുള്ള ഒരു കുട്ടിയുടെ കഥ അത് നമ്മൾ കേരളം കണ്ടറിഞ്ഞതാണെന്നും അതേ സാമ്യമുള്ള ഒരു നായികയാണ് ഈ ചിത്രത്തിലുള്ളതെന്നും വ്യക്തമായി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും, അതായത് ഈ സംഘപരിവാർ സൃഷ്ടിയല്ല, ഇതൊന്നും പ്രണയക്കെണികൾ കെട്ടുകഥയല്ല എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടി തന്നെയാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ KCBC-യുടെ നേതൃത്വത്തിൽ ഒരു ഹെൽപ്പ് ലൈൻ, കരുതൽ എന്ന പേരുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ തീവ്രവാദ ശക്തികളെ തിരിച്ചറിയണമെന്നും അതിനെ പ്രതിരോധിക്കുന്നതോ അല്ലെങ്കിൽ അതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതോ അത് കൃത്യമായും ചൂണ്ടിക്കാണിക്കുന്നതോ ഒന്നും തെറ്റല്ല എന്നുള്ള കാര്യവുമാണ് പറയുന്നത്. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ അത് ശരികേടല്ലെന്ന് മനസ്സിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ പലതരത്തിൽ, അതായത് കേരള സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിത്രം അത് വിവിധയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ സത്യമുണ്ട്. ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന വാദത്തിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് ഈ KCBC വ്യക്തമാക്കുന്നത്. കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിലിന്റെ ഈ ജാഗ്രതാ സമിതിയാണ് ഈ ഒരു വിശദീകരണവുമായി ഈ ലേഖനം അതിരൂപതയുടെ മുഖപത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ ചിത്രം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൽ തെറ്റില്ല എന്നും കൃത്യമായുള്ള ഒരു ബോധവൽക്കരണം തന്നെയാണ്. അത് സംഘപരിവാർ സൃഷ്ടിയല്ല, ഇത് നടക്കുന്ന കാര്യം തന്നെയെന്നാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും, അതായത് കേരളത്തിലടക്കം വിവിധ ഉദാഹരണങ്ങളുണ്ട്. നിമിഷ എന്നുള്ള പെൺകുട്ടി അത് ഈ ഒരു തീവ്രവാദികളുടെ കെണിയിൽ അകപ്പെടുന്ന ആദ്യത്തെയോ അവസാനത്തെയോ പെൺകുട്ടിയല്ല. അതിനുശേഷവും ഇത്തരത്തിൽ നിരവധി പേർ ഈ തീവ്രവാദികളുടെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KCBC ഇത്തരമൊരു നിർദ്ദേശം അത് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങളൊക്കെ തന്നെ അനാവശ്യമാണ്. അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതിലൂടെ നൽകുന്നുണ്ട്. ഇതിൽ തന്നെ ഈ ഒരു കേരള സ്റ്റോറി എന്നുള്ള ചിത്രത്തിലെ നായിക അത് കൃത്യമായും നിമിഷ ഫാത്തിമയെ പോലെ അതോടൊപ്പം തന്നെ നിരവധി പേർ ഈ ഒരു കെണിയിൽ അകപ്പെട്ട നിരവധി പേരെ സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് ആ ഒരു നായിക. അതോടൊപ്പം തന്നെ തീവ്രവാദ ശക്തികൾ ഇന്ന് നമ്മൾ കരുതുന്നതിനേക്കാൾ വ്യാപകമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ഈ ചിത്രത്തിൽ വ്യക്തമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ എതിർക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇത് മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സഭകൾക്കെതിരെയെല്ലാം വിമർശനം ഉന്നയിക്കുന്നവർ അത് മനസ്സിലാക്കണമെന്നുമുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് കൃത്യമായും ക്രൈസ്തവ സഭകളെല്ലാം തന്നെ ഈ കേരള സ്റ്റോറി എന്നുള്ള ചിത്രം അത് അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ പലതും നിരീക്ഷിച്ചു വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ അറിവിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പ് ലൈൻ പോലും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സത്യത്തിനെ മറച്ചു പിടിക്കാനാവില്ല. ഈ സത്യത്തിനെയൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ KCBC ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.